ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ നമ്മുടെ മുത്തശ്ശിൻ്റെ വേഷമൊക്കെ ഇട്ടിട്ട് നമ്മുടെ മുത്തശ്ശിയുടെ മുമ്പിലേക്ക് വരുവാണ്. സുഭദ്ര എന്നൊക്കെ വിളിച്ചിങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ മനോരമ ഇങ്ങനെ മനസ്സിൽ പറയണ്ട, ഇവൾ കിട്ടും, ഇന്ന് കിട്ടും, ഹോളിയായിട്ട് വയറ് നിറച്ച് മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് കിട്ടും, നോക്കിക്കുക അമ്മ നല്ല വർത്താനം പറയൂ എന്നൊക്കെ പറഞ്ഞ് മനോരമ ഇങ്ങനെ കാത്തിരിക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ മുത്തശ്ശി പറഞ്ഞു, നിർത്ത്, എല്ലാം കണ്ടാൽ ഞാൻ കൂടെ ക്ഷമിച്ചിരിക്കുമെന്നാണ് നിങ്ങളുടെ വിചാരം, ഇത് കുറച്ച് കൂടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശി അവിടുന്ന് പോകുക കേട്ടോ. ശ്രുതിയുടെ മുഖമൊക്കെ ആകെ മാറുവാണ്. പെട്ടെന്ന് തന്നെ മുത്തശ്ശി തിരിഞ്ഞിട്ട് പറയുന്നുണ്ട്, അതെ നമുക്ക് ഹോളി ആഘോഷിക്കാമെന്നേ എന്ന് പറയാണ്. അങ്ങനെ അവർ ഹോളി അടിച്ചു പൊളിച്ച് ആഘോഷിക്കാട്ടെ. അങ്ങനെ മുത്തശ്ശി അവരുടെ കൂടെ കൂടുന്നുണ്ട്. എല്ലാവരും കൂടി ഡാൻസ് കളിച്ച് അടിച്ചു പൊളിക്കുകയാണ്. നമ്മുടെ അശ്വിൻ ഇതൊക്കെ ദൂരെ നിന്ന് നോക്കി കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശ്രുതി, കാരണം എത്ര സന്തോഷമാണ് അവരുടെ കുടുംബത്തിലെന്ന്. അങ്ങനെ ശ്രുതിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്, അശ്വിൻ ഇങ്ങനെ ശ്രുതിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് ശ്യാം കയറി വരുന്നത്. അതെ, ശ്രുതിയുടെ മുഖത്ത് മാത്രം ആരും ഇതുവരെ കളർ തേച്ചില്ലല്ലോ, ഞാൻ ചായം തേക്കാം എന്ന് പറഞ്ഞിട്ട് ഇത്തിരി പൊടി എടുത്ത് ശ്രുതിയുടെ മുഖത്തേക്ക് തേക്കാൻ വരുവായിട്ട്. അപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ശ്രുതിയുടെ അമ്മക്കും അതുപോലെ തന്നെ അമ്മായിക്കൊക്കെ ദേഷ്യം വരുന്നുണ്ട്. നമ്മുടെ പ്രീതിക്കൊക്കെ ആണെങ്കിൽ ദേഷ്യം വന്നിട്ട് വയ്യ കേട്ടോ, കാരണം ശ്യാം ഇങ്ങനെ ശ്രുതിനെ തൊടാൻ വേണ്ടി ഇങ്ങനെ പോകുകയാണ്. അശ്വിൻ പെട്ടെന്ന് ഓടി വരുവാണ്. എൻ്റെ ശ്രുതിയുടെ മുഖത്ത് ചായം തേച്ചിട്ട് പറയുന്നുണ്ട്, അതെ അളിയ, എൻ്റെ ഭാര്യയല്ലേ, ഈ പ്രാവശ്യത്തെ ഹോളി ഞങ്ങൾ ഒരുമിച്ച് ആഘോഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയുടെ മുഖത്ത് കളറൊക്കെ തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ശ്രുതി തിരിച്ച് അശ്വിൻ്റെ മുഖത്തും കളർ തേക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ ശ്യാം, അതായത് ആ ഒരു ലായനി ശ്രുതിനെ കൊണ്ട് കുടിപ്പിക്കണത്. അത് ജ്യൂസാണെന്ന് പറഞ്ഞിട്ടാണ് അഞ്ജലി കുടിപ്പിക്കുന്നത് കേട്ടോ. അങ്ങനെ ശ്രുതി അത് കുടിച്ചു കഴിയുമ്പോഴേക്കും ശ്രുതി അങ്ങനെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് പറയാൻ വേണ്ടി തുടങ്ങുകയാണ്. അതിനുശേഷം ശ്രുതി ബോധം കെട്ടി ഇങ്ങനെ വീഴുമ്പോഴേക്കും നമ്മുടെ ശ്രുതി അശ്വിനോട് തന്നെ മനസ്സിലെ കാര്യങ്ങളൊക്കെ തുറന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് ഞാൻ നിങ്ങളെയാണ് സ്നേഹിച്ചത്, നിങ്ങൾ അടുത്ത് വരുമ്പോഴേക്കും എനിക്ക് എൻ്റെ നെഞ്ച് പിടക്കാൻ തുടങ്ങും, ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടാവണത്, ഇതെന്താ ഇത് എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അശ്വിനെ മനസ്സിലായി. അശ്വിനോട് മാത്രമാണ് ശ്രുതിക്ക് ഇതുവരെ പ്രണയം തോന്നിയത്, ആദ്യവും അവസാനവും പ്രണയം തോന്നുന്നത് തന്നോടാണെന്നുള്ള സത്യം. അങ്ങനെ അശ്വിൻ നാളെ മനസ്സിലാക്കുക കേട്ടോ. അതിനുശേഷം ശ്രുതി ഇങ്ങനെ മയങ്ങിയിരിക്കുകയായിരിക്കും. ആ സമയത്ത് അശ്വിൻ പതുക്കെ ശ്രുതിയുടെ മുഖത്തൊക്കെ തുടർന്ന ഭാഗം നാളെ ഉണ്ട് കേട്ടോ. മറ്റൊരു വീഡിയോ നാളെ കാണാൻ.